മുഖ്യമന്ത്രി ചർച്ച പണം പിരിക്കാനാണെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്താല്ലേ സഖാവ് പറയണ കേട്ടുവോ? അധികാരം കിട്ടുന്ന ഒരു തോന്നലുണ്ടായാൽ തന്നെ ഈ മുതലാളിമാരെല്ലാവരും കൂടെ പണക്കെട്ടുകളുമായിട്ട് ഈ അധികാരം കിട്ടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഓടി ചെല്ലൂത്രേ. അതല്ലേ ഇപ്പൊ സഖാവ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തങ്ങളാണ് അധികാരത്തിൽ വരാൻ പോണതെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയാൽ തന്നെ പണം അങ്ങ് ഒഴുകി തുടങ്ങൂത്രേ. ഇനിയിപ്പോൾ സഖാവ് എന്താ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞതെന്നറിയില്ല. ബാക്കി കൂടെ സഖാവ് പറയുന്നത് കേട്ടിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഞങ്ങളിതാ ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഭാരവാഹികളൊക്കെ തന്നെ ആളുകളെ ഫോൺ ചെയ്ത് വിളിക്കുന്നത് ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഭരണകക്ഷിയാവുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ നല്ല നിലയിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ സംസാരമാണ്. സഖാവ് റിയാസ് പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് അറിയില്ല. പൊതുവേ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ചാനലൊക്കെ എടുത്തു നോക്കിയാൽ മെയ് 4-ാം തീയതി അധികാരത്തിൽ വരാൻ പോകുന്നത് UDF ആണെന്നുള്ളൊരു പ്രതീതി പൊതുവെ കാണുന്നുണ്ട്. തങ്ങളാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്കുള്ള മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വല്ലാതെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള അടിപിടിയൊക്കെ കൊഴുത്തു നടക്കുകയാണ്. ഇപ്പം ഇന്നും കൂടെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ ഭാഗം കൂടെ നമ്മുടെ പ്രേക്ഷകർ കേട്ടാൽ ഇതിലൊക്കെ ഒരു ശരിയില്ലേ എന്ന് തോന്നിപ്പോകും. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ആരുടെയും പേരെൻ്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരാളായിരിക്കണം. കാരണം ഈ കാലഘട്ടം, ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ധാരാളം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലഘട്ടമാണ്. ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ളവർക്ക് എന്തും അഭിപ്രായം പറയാം. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, ഒരു ബൂത്തിൽ സ്ക്വാഡ് വർക്കിന് പോകാതെ, ഒരു വാൾ പോസ്റ്റ് ഒട്ടിക്കാതെ, ഒരു ചുമരെഴുതിന് പോകാതെ, ഒരു ജാഥയ്ക്ക് പോകാതെ, ഒരു സമരത്തിന് പോകാതെ കുറേ ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് അഭിപ്രായം സ്വരൂപിക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അത് PR വർക്കിൻ്റെ ഭാഗമായി, പെയ്ഡ് PR വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതുണ്ട്. കോൺഗ്രസ് വിരുദ്ധരായ ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ ഇത് നുഴഞ്ഞു കയറി അതിനകത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ സൈബർ കോലാഹലങ്ങൾക്ക് വ്യത്യസ്തമായി കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി സമരപഥങ്ങളിലൂടെ, യുവജന വിദ്യാർത്ഥി സമരങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന കോൺഗ്രസ് പ്രവർത്തകർ, മഹാത്മാഗാന്ധി, നെഹ്റു എന്നൊക്കെ പറയുന്ന പോലെ ജയിലിൽ കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെ വളർന്നു വന്നവർ പോലെ തന്നെ അത്രയും കാലഘട്ടം കിടന്നില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്നവർ, പോലീസിനെ തല്ലുകൊണ്ടിട്ടുള്ളവർ, സമരം ചെയ്തിട്ടുള്ളവർ, അങ്ങനെയുള്ള ആരെങ്കിലും ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് എന്നെപ്പോലുള്ള ഒരാൾ സ്വപ്നം കണ്ടതിൻ്റെ കാരണം. മതി അജയ് തറയിൽ സാറേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായി. സാർ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. പെയ്ഡ് പ്രൊമോഷനാണ്. ആൻഡ്രോയിഡ് ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. സോഷ്യൽ മീഡിയ യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. മഹാത്മാഗാന്ധി, നെഹ്റുവിനെ പോലെയൊക്കെ ഒരുപാട് കാലമൊന്നും ജയിലിൽ കിടന്നില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്ന ആളായിരിക്കണം മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി. പിന്നെ സാറ് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ഈ നെഹ്റുവിനെ പോലെ മഹാത്മാഗാന്ധിയെ പോലെയൊക്കെ ഒരുപാട് കാലമൊന്നും ജയിലിൽ കിടന്നില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്ന ഒരാളായിരിക്കണം നമ്മുടെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ ഇടത് ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടായാൽ എന്താണെന്നാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു ദിവസമൊന്നുമല്ല, അതിൽ കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടുണ്ടത്രേ. കാര്യം ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമരമോ യുവജന സമരത്തിനൊന്നും പങ്കെടുത്തോണ്ടോന്നല്ല ജയിലിൽ കിടന്നതെന്ന് വിചാരിക്കുക. എന്നാലും അദ്ദേഹവും ഈ KSU കൂടെയൊക്കെ വളർന്നു വന്നാണല്ലോ, യൂത്ത് കോൺഗ്രസ് വഴിയൊക്കെ വന്ന ആളല്ലേ. ജയിലിൽ കിടന്നത് വേറൊരു കാര്യത്തിനാണെങ്കിൽ പോലും അദ്ദേഹം ആയാലെന്താ എന്ന് കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അത് നമുക്ക് തള്ളിക്കളയാം. എന്തായാലും 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ നിങ്ങൾ നേതാക്കൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ഈ റിയാസ് മന്ത്രി പറയുന്ന വല്ല ഉദ്ദേശവും അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരും കാലത്ത് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ നമ്മുടെ റിയാസ് മന്ത്രി പറയുന്നത് അവർ തുടർഭരണത്തിൽ വരുന്നതാണ്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ അതിൻ്റെ അത്ര ഉറപ്പ്? കാരണം ഇവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വരെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4-ാം തീയതി വോട്ടെണ്ണി കഴിയുക, 5-ാം തീയതി നല്ല മുഹൂർത്തം നോക്കിയിട്ട് മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഇപ്പം ഇവരുടെ വാക്കിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇത്തരം നാണം കെട്ട പരിപാടിക്ക് അവരതിൻ്റെ മുമ്പ് നിൽക്കുമോ? അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ജനങ്ങളുടെ പൾസ് റീഡ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ റിയാസ് മന്ത്രി പറയണത് ഇതൊക്കെ വെറും നാടകമാണെന്നും 2021 ഇതേ നാടകം ഇവർ ആടിയിട്ടുണ്ടെന്നും ഇതൊരു ഫണ്ട് തട്ടിപ്പിനുള്ള മാർഗമാണെന്നൊക്കെയാണ് പറയണത്. അവര് പറയണത് ഇപ്പോ മൂന്നാമതും LDF വരും. അങ്ങനെ വിശ്വസിക്കാൻ നമ്മുടെ സഖാവ് റിയാസിന് ചില കാരണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഭരണ തുടർച്ച ഉണ്ടാവും. അത് ഞങ്ങൾ പാർട്ടിയും മുന്നണിയൊക്കെ വിലയിരുത്തി ഓരോ ജില്ലയിലെയും സ്ഥിതിഗതികൾ പരിശോധിച്ച് ഭരണ തുടർച്ച ഉണ്ടാകുന്ന നിലയിലുള്ള സീറ്റുകൾ LDFന് ലഭിക്കും. ഇന്ത്യയിൽ സമീപകാല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ സ്ത്രീ വോട്ടർമാർ ഇത്രയധികം പുരുഷ വോട്ടർമാരെക്കാൾ വർദ്ധിച്ചു വന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്തെന്ന് കാണാൻ വേണ്ടി പറ്റും. പൊതുവെ വെൽഫെയർ സ്കീമുകൾ, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ തന്നെ പൊതുവെ സ്ത്രീ വോട്ടർമാരിൽ വലിയ തോതിൽ LDFന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF വന്നാൽ ഈ ക്ഷേമ പ്രവർത്തനമൊക്കെ മുടങ്ങിപ്പോകും എന്ന ഒരു ഭയവും സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. അത് പോളിംഗിൽ സ്ത്രീ വോട്ടർമാരുടെ പെർസെൻറ്റേജ് വർദ്ധിച്ചതിൽ കാണാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മുടെ സഖാവ് റിയാസിന്റെ വിശ്വാസം. സ്ത്രീകൾ ഒട്ടാകെ ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഈ പെൻഷനൊന്നും കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് അവർക്ക്. അപ്പൊ എൻ്റെ സഖാവെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്ത്രീകൾ ഒരു പക്ഷേ ഈ KSRTCയിലൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക എന്നുള്ള ഒരു ആകർഷകമായ ഒരു ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി വന്ന് കൊടുത്തുല്ലോ. അത് കേട്ടപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് വോട്ട് ചെയ്തതാണെങ്കിലോ അങ്ങനെ കൂടെ. പിന്നെ ഈ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ 25 ലക്ഷത്തിൻ്റെ, അതെന്താണെന്നൊന്നും ആലോചിക്കാണ്ട് 25 ലക്ഷം എന്നൊക്കെ ഉണ്ട് കേട്ടപ്പോൾ ഓടി വന്ന് വോട്ട് ചെയ്തതാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെയല്ലേ വോട്ട് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ആയിരിക്കില്ല അല്ലേ? ആ ഒരു മനസമാധാനം ഇപ്പം കെടുത്തുന്നില്ല. എന്തായാലും സഖാവിൻ്റെ വിശ്വാസം സഖാവിനെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറയാം. അതൊക്കെ പോട്ടെ. നമ്മൾ ബേപ്പൂരിൽ സഖാവ് ജയിക്കുമോ അതോ അൻവറിൻ്റെ കാര്യം എന്താകും ഒന്നറിയാലോ. ബേപ്പൂരിൽ നല്ല വിജയം LDFന് ഉണ്ടാവും. ബാക്കി വന്നിട്ടുള്ള വ്യക്തിഹത്യക്കൊക്കെ ഉള്ള മറുപടി മെയ് 4 ജനങ്ങൾ നൽകും. അപ്പൊ സഖാവ് റിയാസിന് എല്ലാവിധ വിജയാശംസകളും അഡ്വാൻസായി നേരുന്നു. പാവം നമ്മുടെ അൻവർക്ക എവിടെ ചെന്നാലും ഇതാണല്ലോ ഗതി എന്ന് നമുക്ക് പരിതപിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.